പഠിക്കാനൊന്നുമില്ലേ? ഈ പഠിക്കാനുള്ള സമയത്താണോ ഈ ടി വി കണ്ടിരിക്കണേ? നാളെ മറ്റന്നാ പരീക്ഷകളല്ലേ? പെട്ടെന്ന് പഠിക്കട്ടോ. ടി വി ഒന്നും വേണ്ടനി മതി. വേം പഠിക്ക്. ഞാൻ വീട്ടിലുണ്ട്. നീ എപ്പോഴാച്ചാ വന്നോ? ഇവിടെ. ആ മോനെ, അച്ഛനെന്താ പറ്റിയായിരുന്നല്ലോ? ആശുപത്രി അവിടെ പോയി? അതൊന്നുമില്ല, ചെറിയൊരു ഗ്യാസ് കുടുങ്ങിയതാ. അതപ്പൊ തന്നെ ഇവിടെ ചുള്ളോട് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആണല്ലേ കൊണ്ടുവന്നു. കുഴപ്പമൊന്നുമില്ല. കിടക്ക ഇവിടെ കിടക്ക. ആണല്ലേ? ഗ്യാസ് എന്ന് പറഞ്ഞപ്പോ ഗ്യാസ് ഒക്കെ പ്രശ്നമാണ്. ഒന്നും പ്രശ്നമല്ല. അതൊക്കെ നോക്കണം. എന്താ വില ഇതാ? എന്താ പറ്റിയെന്ന് ആശുപത്രിയൊക്കെ പോയി? ചെറിയ വിഷയം, ചെറിയൊരു ഇത് വയറിന് ഗ്യാസിന്റെ നെഞ്ഞനുണ്ടോ? ചെറിയൊരു പുകച്ചിലുണ്ട്. ആണോ? അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പറയും. ഏത് ഡോക്ടറെ കാണിച്ച്? ഞാൻ ഉണ്ണികൃഷ്ണൻ. കൃഷ്ണൻ ഏത് ഉണ്ണികൃഷ്ണനായാലും കാരണം ഇപ്പത്തെ ഗ്യാസും ഇതൊക്കെ പറഞ്ഞ പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം എന്തോ ഒരു ഗ്യാസാറിന് വിടും, എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ തെക്കേടത്തെ മറ്റേ മാധവനെ ഇതേപോലെ തന്നെ ഓനെ ഇതേപോലെ ആശുപത്രി പോയി വന്ന് ഗ്യാസ് എന്ന് പറഞ്ഞ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് വന്നപ്പോ എന്താ പിറ്റേസോന് ഭയങ്കര പ്രശ്നമായി. അത് ഇജ്ജിങ്ങനെ ശ്രദ്ധിക്കണം. അത് ഇപ്പം മക്കള് പറയണ പോലെ അല്ല നമ്മള് ഇങ്ങനെ ഇരിക്കേണ്ട, റെസ്റ്റ് എടുക്കേ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ കുഴപ്പമില്ലാണ്ട് കാര്യമില്ലാന്ന്. ഇത് ഉള്ളിൽ ഭയങ്കര തകരാറ്. ഇപ്പൊ ഈ കൊറോണ ഇഞ്ചക്ഷൻ വെച്ചില്ലേ, അതിനൊക്കെ പ്രശ്നമാണ്. ഇത് കിടക്ക്, ഇത് ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം. കിടക്ക് കിടക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്തൊരു ഗ്യാസാറിട്ട് കാര്യമില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. മക്കളെ പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെല്ലാം നമ്മളതായ രീതിയിൽ നോക്കണം. കാരണം എന്താ ഓല് ഗ്യാസാ കൂസാന്നൊക്കെ ഇപ്പൊ പുതിയ ഡോക്ടർമാർക്കൊന്നും വലിയ അതൊന്നുമില്ലേ. എന്താ ഇത് വളരെ ഡേഞ്ചർ പ്രശ്നങ്ങളായിരിക്കും. അതിനൊക്കെ കയ്യും കാലത്ത് തരിപ്പ് വരുന്നുണ്ട് അവിടെ ഉണ്ടല്ലേ? അതാണ് തരിപ്പുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സംഗതി റെഡി ആയിക്കോളും കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. കറക്ക്, കാര്യങ്ങളൊക്കെ റെഡി ആയിക്കോളും. അതൊക്കെ റെഡി ആയിക്കോളും. അല്ല ഇപ്പൊ എന്താ പറയാൻ അവിടെ? എടാ മനു, നീ വണ്ടി വിട്ടുണ്ടോ? എടാ ആംബുലൻസ് പെട്ടെന്ന് വിട്. അച്ഛന് വീണ്ടും തീരെ സുഖമില്ലാണ്ടായി. ഇതേപോലെ ഒരു അയൽവാസി, ഒരു പരട്ട കിളവുണ്ട്, അയ്യപ്പൻ നായർ. അവളെ അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കാനും അതിന്റെ ഇടക്ക് വന്നിട്ട് അയാള് എന്തൊക്കെ പറഞ്ഞ് ആദ്യം കയറ്റി ആകെ സൈഡായി കിടക്കുക. നീ പെട്ടെന്ന് ആ വണ്ടി ഇങ്ങോട്ട് വിടുട്ടാ. ഓക്കെ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ അച്ഛനെ? പൊന്നു ചേട്ടാ, ആ അയ്യപ്പൻ നായർ വന്നിട്ട് ഇപ്പൊ ഞാൻ അച്ഛനെയും കൊണ്ട് ക്ലിനിക്കിലേക്ക് ആംബുലൻസ് വിളിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ നിങ്ങളും കൂടി കണ്ടിട്ട് ഞാൻ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം. അതിനെ വല്ലാത്തൊരു കേസായി. അയ്യപ്പൻ നായരെ കൊണ്ട് വല്ലാത്തൊരു ചതി അയാളെ അവർക്ക്.